നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മോള് ജീവിക്കുന്നത് പോലും അച്ഛന് വേണ്ടി മാത്രമാണ്. ഈ ജന്മത്തില് ഒരിക്കലെങ്കിലും അച്ഛൻ എന്നോട് സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുമെന്ന വിശ്വാസത്തിലാ ഞാൻ ജീവിക്കുന്നത്. രാത്രിയിൽ പാല് മാത്രം നൽകിയാൽ മതിയെന്ന നിർദ്ദേശം. ഇന്നൊരു ദിവസം വർമ്മ സാറ് പാല് കുടിക്കുക. നമുക്ക് നാളെ ഡോക്ടറോട് ചോദിച്ചിട്ട് ജ്യൂസ് ആക്കാം പോരെ? ഇനി പാല് കുടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാലും നിങ്ങൾ രണ്ടാളും സമ്മതിക്കില്ലല്ലോ. ഇതാ ഇനി വർമ്മ സാർ കിടന്നുള്ളൂ. എന്താ എന്താ രാജു? സർ. രാജു, നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. എന്തിന്? ഞാൻ അച്ഛന്റെ കൂടെ. വർമ്മ സാറേ, ഞാനതങ്ങ് മറന്നു. ശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. രാത്രിയിൽ ഞങ്ങളുടെ കോളനിയിലെ ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്. കുടുംബസമേതം പോണെന്നാ പറഞ്ഞേ. ആണോ? അയ്യോ, അപ്പൊ പിന്നെ എന്റെയും അച്ഛനിവിടെ തനിച്ചാവില്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ റൂമില് ഞാൻ നിൽക്കാം. രാജു പൊയ്ക്കോ. ശരി ഋതിക മാഡം, താങ്ക് യു. വർമ്മ സാറേ, ഞാൻ ഇറങ്ങട്ടെ? ശരി, പോയിട്ടോ. രാജുട്ടാ, ഇങ്ങോട്ട് വന്നേ. വാ വന്നേ. രാജുട്ടാ, വല്ലിച്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ പിന്നെ ഒരുപാട് മാറിയല്ലേ? ഋതു ചേച്ചിയോടുള്ള വല്ലിച്ചന്റെ ദേഷ്യമൊക്കെ പോയെന്നാ തോന്നുന്നേ. രാജു, ഈ മാറ്റങ്ങളൊക്കെ നല്ലൊരു സൂചനയായിട്ടാ തോന്നുന്നത്. അച്ഛന്റെ ഭാഗത്തു നിന്ന് ഒരല്പ സ്നേഹവും വാത്സല്യവും മാത്ര ഋതു ആഗ്രഹിച്ചത്. ആ നല്ല നാളുകൾ ഉടനെ ഉണ്ടാവോ രാജു? ഉണ്ടാവും ചേച്ചി. വർമ്മ സാറ് ഋതിക മേഡത്തെ ഒന്ന് അടുത്തറിഞ്ഞാൽ, വർമ്മ സാറിന് മേഡത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, പിന്നീട് അവരായിരിക്കും പരസ്പരം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അച്ഛനും മകളും. ആ നല്ല നാളുകൾ അകലെയല്ല. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ശരി രാജു. ശരിയപ്പോ.
ഋതിക മാഡം അവിടെ വർമ്മ സാറിനെ നോക്കിയിരിക്കായിരിക്കും. ഇന്ന് വീട്ടിൽ നടന്നതൊക്കെ ശുഭലക്ഷണങ്ങളാ. ഋതിക മാഡത്തിന്റെ വർമ്മ സാറിന്റെയും ഇടയിലുള്ള മഞ്ഞ് അലിഞ്ഞലിഞ്ഞില്ലതാവും. എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായപ്പോ ഈ മോള് എന്തുമാത്രം വിഷമിച്ചു എന്ന് അച്ഛനറിയാമോ? ഈ മോള് ജീവിക്കുന്നത് പോലും അച്ഛന് വേണ്ടി മാത്രമാണ്. ഈ ജന്മത്തില് ഒരിക്കലെങ്കിലും അച്ഛൻ എന്നോട് സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുമെന്ന വിശ്വാസത്തില് ഞാൻ ജീവിക്കുന്നത്. അച്ഛന്റെ കൈ പിടിച്ച് ഈ ലോകം മുഴുവൻ എനിക്ക് ചുറ്റിക്കറങ്ങണം. അച്ഛന് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ സമ്മാനമായിട്ട് തന്ന് അച്ഛനെ സർപ്രൈസ് ചെയ്യിക്കണം. അയ്യോ സോറി അച്ഛ, സോറി. ഋതിക, അച്ഛനെ ശല്യം ചെയ്യാതെ മിണ്ടാതിരിക്കും. അച്ഛൻ ഉറങ്ങണ്ടേ? ഇതങ്ങോട്ട് എഴുത്. അമ്മ മതി അമ്മ, എനിക്ക് തല വേദനിക്കുന്നു. കണ്ണടഞ്ഞടഞ്ഞു പോവാ. അടവെടുക്കാതെ മര്യാദക്ക് പഠിക്കു വേണേ. അല്ലമ്മേ, ഇന്ന് പകല് സ്കൂളിൽ വെച്ച് അങ്ങനെയായിരുന്നു. അതെങ്ങനെയാ? ഉറങ്ങാൻ കിടക്കേണ്ട സമയത്ത് ഫോണിൽ കാർട്ടൂൺ കാണലല്ലേ നിന്റെ പണി? മര്യാദക്കിരുന്ന് പഠിച്ചോ. അതാ മോളെ, നീ ആ മടക്കി വെച്ച തുണിയൊക്കെ എടുത്ത് അലമാരിൽ വെക്ക്. ചെല. ശരി അമ്മ. നിങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ? വേണുവേട്ടാ, എന്താ ഇത്? അവളെ നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാ? പാവല്ലേ അവള്? പാവോ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ എന്റെ മുഖത്തെ ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ. ഉള്ളിൽ വലിയൊരു തീ നിന്ന് കത്തുക, ഉരുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.